പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം എന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് അല്പം നേരത്തെ ചിന്തിക്കായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷ്ണമൊന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പീനെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. 4 സുവിശേഷങ്ങളിലും യേശു കർത്താവ് 5000 പുരുഷന്മാരെ 2 മീനും 5 അപ്പവും കൊണ്ട് പോഷിപ്പിക്കുന്നതിനെക്കുറിച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട് അവർ ഈ വലിയ ജനക്കൂട്ടത്തിന് കൊടുക്കുവാൻ തക്കവണ്ണം ഒന്നും പാക്ക് ചെയ്തുകൊണ്ട് അങ്ങോട്ട് പോയിരുന്നില്ല. 5000 പുരുഷന്മാരെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഭാര്യമാരെയും കൂടെ കൂട്ടി 10000 പേര് കാണും. 2-3 പിള്ളേർ മിനിമം 2 വെച്ചെങ്കിലും കൂട്ട്. എന്നാണേലും ബിറ്റ്വീൻ 20,000 and 25,000 ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം തൃപ്തിപ്പെടുത്തി എന്നാണ് പറയുന്നത്. യേശു കർത്താവ് അവരെ ഇരുത്തി. എന്തിനാ? അൺഎക്സ്പെക്റ്റഡായിട്ടുള്ള ചിലത് ഒന്ന് ഒരുക്കി കൊടുക്കാൻ. എന്നിട്ട് എന്ത് സംഭവിച്ചു? അൺഎക്സ്പെക്റ്റഡായിട്ടുള്ള കാര്യം അവിടെ സംഭവിച്ചു. എന്നിട്ട് ഒരതിശയം അവിടെ ഉള്ളതെന്നാന്ന് വെച്ചാൽ ഇവരെല്ലാവരും ആവശ്യത്തിന് കഴിച്ച് തൃപ്തിയായി എന്ന് മാത്രമല്ല, ബാക്കി പെറുക്കിയെടുക്കുവാൻ തക്കവണ്ണമുള്ള വലിയൊരു ശേഷിപ്പും അവിടെ ഉണ്ടായിരുന്നു. 12 കൊട്ട അവർ നിറച്ചെടുത്തു എന്നാണ് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം പറയുന്നുണ്ട് ഇത് എവിടെ നിന്നാണ് ഈ അപ്പം വന്നതെന്ന്. കാരണം ഇവരൊന്നും കയ്യിലെടുത്തിരുന്നില്ലല്ലോ. അത് അന്ത്രയോസ് കണ്ടുപിടിച്ചിട്ട് അന്ത്രയോസ് എന്ന് യേശുവിനോട് പറഞ്ഞു. എന്തോ പറഞ്ഞത്? 6-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ അതവിടെ ഉണ്ട്. എങ്കിലും ഇത്ര പേർക്ക് അതെന്തുള്ളൂ എന്ന് പറഞ്ഞു ആളെ ഇരുത്തുവിനെന്ന് യേശു പറഞ്ഞു. എന്തോ അതിന് മുമ്പ് പറഞ്ഞത്? ഒരു ബാലകൻ ഇവിടെയുണ്ട്, അവൻ്റെ പക്കൽ 5 ഏവത്തപ്പവും 2 മീനുമുണ്ട്. അതെ, എത്ര പേർക്ക് കൊടുക്കാനായിട്ട് ഇതൊന്നുമില്ല. അങ്ങനെ തോന്നത്തക്കവണ്ണമുള്ള ഒരു കൊച്ചു പൊതി ഒരു ബാലകൻ്റെ കയ്യിലുണ്ടായിരുന്നു. 5 അപ്പവും 2 മീനും. പക്ഷെങ്കിൽ ആ സംഗതി യേശു കർത്താവ് തൻ്റെ കരങ്ങളിലെടുത്ത് വാഴ്ത്തി. ഈ ഭൂമിയിൽ പലപ്പോഴും നമുക്ക് മീറ്റ് ചെയ്യേണ്ട ചില സംഗതികൾ, നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടതിന് ആവശ്യമാകുന്ന പണം. ഞാൻ പറയട്ടെ, നമ്മുടെ റിസോഴ്സ് വളരെ ലിമിറ്റഡ് ആണെങ്കിൽ പോലും എങ്ങനെ നടക്കുമെന്ന് ഓർത്ത് വിചാരിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രിയ ദൈവ പൈതലേ, പ്രിയ കുഞ്ഞെ, നിനക്ക് വേണ്ടി അവൻ ചെയ്തു തന്നിട്ടില്ലേ? പ്രൈസ് ലോർഡ്. ആരാ അന്നവിടെ കടന്നു വന്ന വലിയ പുരുഷാരത്തിൻ്റെ വിശപ്പടക്കി കൊടുത്തത്? യേശു കർത്താവ്. ഞാൻ പറയട്ടെ, ഇന്നഡക്വറ്റായിട്ടുള്ള റിസോഴ്സസേ നിൻ്റെ കയ്യിലുള്ളൂ. നിൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സർക്കംസ്റ്റാൻസസ് നിന്നെ ഭാരപ്പെടുത്തുന്ന, നിനക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയത്. പക്ഷേ നിൻ്റെ കയ്യിലുള്ളത് നിനക്കൊന്ന് ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? നിന്നെ തന്നെ നീ ദൈവത്തിനൊന്ന് അവൈലബിൾ ആക്കി കൊടുക്കാൻ പറ്റുമോ? ക്യാൻ യു ബി അവൈലബിൾ ഫോർ ഗോഡ്സ് യൂസ് ഇൻ ബ്ലെസ്സിങ് അതേഴ്സ്? ഏൽപ്പിച്ചു കൊടുക്കുക ദൈവ പൈതലേ. നമുക്ക് കാനായിലെ കാര്യം അറിയാം. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ ചെന്ന് യേശുവിനോട് പറഞ്ഞു. എന്നിട്ട് യേശുവിൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അത് ചെയ്യുവീനെന്ന്. നമുക്ക് ആ ഭാഗം നല്ലവണ്ണം അറിയാം. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. അവിടെയും പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡായിട്ടുള്ള ഒരു കാര്യമാണ് സംഭവിച്ചത്. ഞാൻ
ഈ ഡിവോഷൻ സ്റ്റഡി കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൻ്റെ ഒരു ഭാഗം ഒന്ന് പറയട്ടെ. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. പറ്റുമോ ദൈവവൈതലേ? ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും അതിശയകരമായ രീതിയിൽ അവൻ നമ്മെ മുന്നോട്ട് നടത്തും. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ അവൻ നമുക്ക് വേണ്ടി ചെയ്യും. പ്രൈസ് ഗോഡ്. പലപ്പോഴും നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് നാം എപ്പോഴും മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചു, എനിക്ക് സംഭവിക്കത്തില്ലായിരിക്കും, ദൈവം അവരോടെ ചെയ്തുള്ളായിരിക്കും, ഇങ്ങനെ ആയിരിക്കും. നമുക്കറിയാം, അദ്രിയ കടലിൽ അലഞ്ഞ് കപ്പൽ ഛേദവും കഴിഞ്ഞ് വലഞ്ഞ് കരയ്ക്കടിഞ്ഞ ജനം അവർ മെലീത്ത എന്ന ദ്വീപിലാണ് അടുത്തത്. ആ ദ്വീപിലെടുത്തപ്പോൾ അവരെല്ലാം തണുത്ത് വിറയ്ക്കുക. പൗലോസ് എന്ത് ചെയ്തു? പൗലോസ് അവിടെ മുഴുവൻ ബർബരന്മാരായിരുന്നു, പക്ഷേ ഇവരെ ഒന്നും ഉപദ്രവിച്ചില്ല. കാരണം പൗലോസ് എന്നുള്ള ഒരുത്തൻ ദൈവത്തിൻ്റെ ആലോചന കിട്ടിയവൻ, ദൈവത്തിൽ വിശ്വസിച്ചവൻ, ഇത്രയും പേരെയും കൂടെ കപ്പൽ ഛേദത്തിൽ പെടാതെ വണ്ണം രക്ഷിച്ചവൻ, ദൈവത്തിൻ്റെ കരുണ അവനോടുകൂടി ഉണ്ടായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ ദൈവം അരുളിച്ചത് നിവർത്തിച്ചു കൊടുക്കാൻ ഒരുക്കമായിരുന്നു. അങ്ങനെയുള്ള ആ പൗലോസ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവന് തണുത്തപ്പോൾ വിറക് കൂട്ടി. അവിടെ ഉണ്ടായിരുന്ന ബർബരന്മാരെല്ലാം അസാധാരണമായ ദയ കാണിച്ചു. മഴയുണ്ടായിരുന്നു, ശീതം, തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ പൗലോസ് കുറേ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരാണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് പറ്റി. ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ, സംശയമില്ല എന്ന് പറഞ്ഞു. കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ദോഷമൊന്നും പറ്റിയില്ല. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇവിടെ സംഭവിച്ചത് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം പൗലോസിന് സർവശക്തനായ ദൈവത്തിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു. കാരണം അവനൊരു വാഗ്ദത്തം പ്രാപിച്ചതായിരുന്നു. ഈ യാത്ര യെരുശലേമിൽ നിന്ന് റോമിലേക്ക് പോകുന്ന യാത്രയായിരുന്നു. പൗലോസിനോട് ഒരു അരുളപ്പാട് ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അപ്പോസ്തലപ്രവൃത്തി 23-ാം അധ്യായത്തിലെ 11-ാമത്തെ വാക്യമാണ്. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. പൗലോസ് തൻ്റെ വലിയ സാക്ഷ്യമൊക്കെ യെരുശലേമിൽ പറഞ്ഞു. വലിയ വിടുതലായിരുന്നതല്ല, അത് റോമയിലും ചെന്ന് പറയണം. അപ്പോൾ റോമയിലേക്കുള്ള യാത്രയുടെ മധ്യേ ഈ പ്രതികൂലം വന്നപ്പോൾ ശകലം പോലും പൗലോസിന് പേടിയില്ലായിരുന്നു. കാരണം തന്നെ ദൈവം റോമിലെത്തിക്കും, താൻ അവിടെ സാക്ഷ്യം പറയും. ഈ കാര്യം കർത്താവുമായിട്ടൊരു എൻകൗണ്ടറിൽ കർത്താവ് എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ട് എങ്ങനെയാണേലും തനിക്കൊരു ദോഷവും തട്ടാതെ വണ്ണം ദൈവം എത്തിക്കുമെന്ന് താൻ പരിപൂർണമായിട്ട് വിശ്വസിച്ചു. പ്രൈസ് ഗോഡ്. ഈ ഒരു അഷ്വറൻസ് നമ്മുടെ ജീവിതത്തിലുണ്ടോ? എന്തൊക്കെ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, നമ്മുടെ തലമുറകൾക്ക് തന്നിട്ടുണ്ട്. ഒരു പാമ്പ് അവനെ കടിച്ച് അവൻ്റെ കയ്യിൽ തൂങ്ങിക്കിടന്നപ്പോഴും അവന് ഉറപ്പുണ്ടായിരുന്നു ദൈവം അവനെ എങ്ങോട്ടാണ് ഇനി അയക്കുന്നതെന്ന്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അറ്റാക്സ് വരുമ്പോഴും ദൈവപൈതലെ നീ യേശുവിൽ ആശ്രയിക്കുക, യേശുവിൽ വിശ്വസിക്കുക, യേശു കഴിഞ്ഞ കാലങ്ങളിൽ നിന്നോട് അരുളി ചെയ്ത പ്രോമിസസിൽ വിശ്വസിക്കുക. അപ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? ഒരു ദോഷവും തട്ടാതെ വണ്ണം കയ്യിൽ ചുറ്റിയിരിക്കുന്ന, വളഞ്ഞിരിക്കുന്ന, പിടിച്ചിരിക്കുന്ന, തൂങ്ങിക്കിടക്കുന്ന അണലിയെ നിനക്ക് തീയിൽ കുടഞ്ഞു കളയുവാൻ തക്കവണ്ണം പറ്റും. എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ തന്നെ എനിക്ക് സംഭവിക്കുമെന്ന് ഓർത്ത്
വെറുതെ ഇരിക്കരുതേ എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക. ദൈവമക്കളെ പഠിക്കുക, കർത്താവിനെ ട്രസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. എന്തൊക്കെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തോട് നിരക്കാത്തത് കണ്ടാലും നിൻ്റെ കൈമേൽ പറ്റിയാലും അതിനെ കുടഞ്ഞുകള. അതിനുള്ള കൃപ സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങൾക്ക് തരട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അരുളി ചെയ്ത വാഗ്ദത്തങ്ങളോട് നീതി പുലർത്തുന്ന ദൈവമേ, ഒരിക്കലും അവൻ്റെ വാക്ക് എന്നും വേറൊരിക്കലില്ല എന്നുമല്ല. അതുകൊണ്ട് അരുളി ചെയ്തവൻ വിശ്വസ്തൻ, അവനത് നിവർത്തിപ്പാൻ ശക്തൻ. അതുകൊണ്ട് പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ബലത്തോടെ, പൂർണ്ണ മനസ്സോടെ നിന്നെ സേവിച്ചും ധ്യാനിച്ചും മുന്നോട്ട് ജീവിപ്പാൻ ആവശ്യമാകുന്ന കൃപ ഞങ്ങൾക്ക് തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.